അക്ഷരാർത്ഥത്തിൽ പഹൽഗാമിൽ ഭീകരർ വെടിയുതിർത്തത് 26 പേരുടെ ജീവനുകളിലേക്കായിരുന്നില്ല. അതും കടന്ന് കുറച്ചു കാലമായി ഇന്നാട്ടിൽ മതത്തിൻ്റെ പേരിൽ തീർത്തും അരക്ഷിതരായി കഴിയുന്നൊരു ജനവിഭാഗത്തിൻ്റെ ഹൃദയങ്ങളിലേക്കായിരുന്നു. ഭൂമിയിലെ സുബർഗത്തിൻ്റെ താഴ്വരയിൽ വെടിമുഴങ്ങിയെന്ന് കേട്ടതിന് പിന്നാലെ അത്രമേൽ വിഷവിത്തുക്കളാണ് കുഞ്ഞു കേരളത്തിലുൾപ്പെടെ പൊട്ടിമുളച്ചത്. വൈകാരികതയുടെ ഏറ്റവും മൂർത്തമായ തലത്തിൽ നിന്നുകൊണ്ട് ഭീതിയുടെ വിറയടങ്ങാതെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിലൊന്നിൻ്റെ ഇരയായ യുവതി ലോകത്തോട് വിളിച്ചു പറഞ്ഞതിലെ ഒരു വാക്ക്, ഒരു ഭാഗം മാത്രം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൊടുങ്കാറ്റായി. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടായിരുന്നു ആ ഭീകരർ അവരുടെ പ്രിയപ്പെട്ടവൻ്റെ ജീവനെടുത്തത് എന്ന പ്രതികരണം. എന്നാൽ അതിന് പിന്നാലെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കഴിവുകേടിനെതിരെ ആ യുവതി തീക്കാറ്റായത് ഗോഡി മീഡിയകൾ മനഃപൂർവ്വം മറച്ചുവെച്ചു. എന്തിനേറെ, പഹൽഗാമിന് പകരം വീട്ടാൻ മുസ്ലിം നാമധാരികളെ കൊണ്ടുപിടിച്ച് ആക്രമിക്കുന്നിടത്തും കൊല്ലുന്നിടത്തും എത്തി പതിവ് പോലെ കാര്യങ്ങൾ. രാജ്യത്ത് വർഗീയ വിഷത്തിൻ്റെ ചോരപ്പുഴയ്ക്ക് അതിൽ മുതലെടുപ്പ് നടത്തുന്നവർക്കറിയാം ഈ കൊലപാതകങ്ങളിൽ അപലപിക്കാനോ ഞെട്ടാനോ ഒരു പൂച്ചക്കുട്ടിയും വരില്ലെന്ന്. കാരണം ആ ജനവിഭാഗം നിർബന്ധിത വംശഹത്യക്കും തടവുകൾക്കും ഉന്മൂലനങ്ങൾക്കും വിധേയപ്പെടാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ തകർന്നു പോകുന്നത് രാജ്യത്തിൻ്റെ മതേതരത്വമാണ്. ഇങ്ങനെ വിഷവാക്കുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിലേക്കാണ് പൊടുന്നനെ നേരിനാൽ തീർത്ത സ്നേഹത്തിൻ്റെ മഴത്തുള്ളിയിട്ടുന്നത്. ആരതി സ്വന്തം കൺമുന്നിൽ അച്ഛൻ പിടഞ്ഞു വീഴുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന പെൺകുട്ടി തന്നെ. തന്നെ പൊതിഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവർ വാചാലയായത് തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത കശ്മലന്മാരെക്കുറിച്ചോ അവരുടെ മതത്തെക്കുറിച്ചോ ആയിരുന്നില്ല. മാനുഷിക സ്നേഹത്താൽ തങ്ങൾക്ക് മേൽ സുരക്ഷാ കവചം തീർത്ത 2 കശ്മീരി ചെറുപ്പക്കാരെക്കുറിച്ചായിരുന്നു. മീഡിയകൾ ഭീകരെന്ന് മുദ്രകുത്തിയ കാശ്മീരിലെ മുസ്ലിം യുവാക്കളെക്കുറിച്ച്, മുസാഫിറിനെയും സമീറിനെയും കുറിച്ച്, ചേട്ടനും അനിയനുമായി അവർ തന്നെ പൊതിഞ്ഞു പിടിച്ചതിനെക്കുറിച്ച്. പ്രധാനമന്ത്രിയെക്കാളും വൈകാരികമായി കത്തിപ്പടേണ്ടിയിരുന്നു ആരതി. വിഷപ്രചരണം നടത്തുന്ന ഏതൊരാളെക്കാളും മുസ്ലിമിനെ വെറുക്കേണ്ടവളായിരുന്നു അവൾ. കാരണം അവൾക്ക് മുന്നിൽ വെച്ചാണ് ഭീകരർ തൻ്റെ അച്ഛനെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുന്നത്. ഭീകരരുടെ പേരുകൾക്ക് മുസ്ലിങ്ങളുടെ പേരുമായുള്ള സാമ്യം ഏതൊരു മുസ്ലിമിനെയും അകറ്റി നിർത്താവുന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കേണ്ടിയിരുന്നു. എന്നാൽ ആരതി സഹായത്തിനായി ആദ്യം വിളിച്ചത് മുസാഫിറിനെയായിരുന്നു. വേദനയുടെ നീണ്ട മണിക്കൂറുകൾ മുസാഫിറിനും സമീറിനുമൊപ്പമാണ് അവൾ കഴിച്ചുകൂട്ടിയത്. തളർന്നു പോയപ്പോൾ അവരാണ് അവളെ ചേർത്ത് നിർത്തിയത്. ഒടുവിൽ തീവ്രമായി നോവിൻ്റെ ഭാരവും പേറിയ ആ താഴ്വരയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കി അവൾ വിളിച്ചത് ബയ്യ എന്നായിരുന്നു. കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടി എന്നാണ് ഞാൻ അവരോട് ഇന്നലെ എയർപോർട്ടിൽ വെച്ച് യാത്ര പറയുമ്പോൾ പറഞ്ഞത്. അള്ളാഹു അവരെ രക്ഷിക്കട്ടെ. ആരതിയുടെ വാക്കുകൾ ഇതായിരുന്നു. മുസാഫിറിനും സമീറിനും ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും തീവ്രമായ പ്രാർത്ഥനയായിരിക്കണം അത്. ഒരു വിഭാഗത്തിനെതിരായ ആയുധവുമായി പഹൽഗാമിനെ സംഘപരിവാരും ക്രിസംഗികളും ആഘോഷിക്കാനൊരുങ്ങി അവർ ആളിക്കത്തിച്ച വർഗീയതയുടെ തീയിലേക്കാണ് ആരതി വെള്ളം കോരി ഒഴിച്ചത്. ആ തീ അണച്ച് വെണ്ണീരാക്കിയത്. ഞെട്ടലിൻ്റെയും നിസ്സഹായതയുടെയും ആ നിമിഷത്തിൽ 3 കാശ്മീരി യുവാക്കൾ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളെ രക്ഷിക്കുന്നതിനിടയിൽ അവർ ബിസ്മില്ല ബിസ്മില്ല എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രത്തിലേക്കാണ് അവർ കൊണ്ടുപോയത്. ഞാൻ ഇവിടെ ഇരിക്കുന്നു. അവർ ഇപ്പോൾ എനിക്ക് അപരിചിതരല്ല, അവർ എൻ്റെ സഹോദരന്മാരാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവി പറഞ്ഞ വാക്കുകളാണിത്. ജീവിതകാലം അത്രയും രാജ്യത്തോടുള്ള കൂറ് തെളിയിക്കുക എന്ന വല്ലാത്തൊരു ഭാരവും പേര് ജീവിക്കുന്ന കാശ്മീർ ജനതയ്ക്കും കുളിരാണ് ഈ വാക്കുകൾ. ജീവനും കൊണ്ട് തിരിച്ചു പോകുന്നവരെ കാത്ത് തെരുവീതികളിൽ കുറേയേറെ കാശ്മീരികളുണ്ടായിരുന്നു. ആതിഥേയത്വത്തിൻ്റെ ചരിത്രങ്ങളേറെ പറയാനുള്ള കാശ്മീരിൽ നിന്നൊരു മനുഷ്യനും വിശന്നും ദാഹിച്ചും മടങ്ങരുതെന്ന തീരുമാനത്തിൽ വെള്ളവും ഭക്ഷണവുമായി കാത്തുന്നവർ. വിഷം വിതക്കുന്നവർക്ക് മുന്നിലേക്ക് ഈ സ്നേഹവും കാണിച്ചു കൊടുത്തു പെഹൽഗാമിലെ ഇരകൾ. അവനവന് വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മുരുകൻ കാട്ടാക്കടയുടെ ഈ വരികളെ അന്വർത്ഥമാക്കി രക്തസാക്ഷിത്വം വഹിച്ച പഹൽഗാമിലെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ജീവൻ പണയപ്പെടുത്തി 11 പേരെ സുരക്ഷിതാക്കിയ നസാഖത്ത് ബായ്. ആക്രമണം നടന്നെന്ന് മെഴുകുതിരികൾ കത്തിച്ച് കാശ്മീർ തെരുവുകളിൽ പ്രതിഷേധമായ മുസ്ലിങ്ങൾ. സൂക്ഷിച്ചു നോക്കിയാൽ നിസ്സഹായതയുടെ കണ്ണീർപ്പാടുകൾ കാണാമായിരുന്നു അവരുടെ മുഖങ്ങളിൽ. എന്നാൽ ഇവരെക്കുറിച്ചെല്ലാം വാദാരോധന പറഞ്ഞിട്ടും അതിനെയെല്ലാം വെല്ലുന്ന അത്രയും ശക്തമായ വിഷപ്രചരണങ്ങളുടെ കുത്തൊഴുക്കിലേക്കാണ് ആരതിയുടെയും പല്ലവിയുടെയും മറ്റനേകങ്ങളുടെയും വാക്കുകൾ തടയണ തീർത്തത്. നന്ദി പ്രിയപ്പെട്ടവരെ, വർഗീയ വിഷജ്വാലക്ക് മേൽ നേരിൻ്റെ സ്നേഹമഴ വർഷിച്ചതിന്. സത്യത്തെ വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ ശരിയും ഈ ഭൂമിയിലില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതിന് നന്ദി.
waytonikah.com, the exclusive Muslim matrimonial site.